Hello everyone, Techie Wizardന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റിയൽമിയുടെ ഏറ്റവും പുതിയ റിയൽമി GT2 Pro എന്ന് പറയുന്ന ഡിവൈസാണ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി GT2 Pro എന്ന് പറയുന്ന ഡിവൈസിൻ്റെ പാക്കിംഗ്. ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിലാണ് ഈ ഒരു പാക്ക് വരുന്നത്. പിന്നെ ബാക്കിൽ കുറേ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ചുറ്റിനും ബ്രാൻഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പേപ്പർ കേസാണ് ലഭിക്കുന്നത്. അവിടെ നമുക്ക് എക്സ്പ്ലോറിംഗ് ദ എസ്തെറ്റിക്സ് ഓഫ് ടെക്നോളജി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, റിയൽമിയുടെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് പേപ്പർ വർക്ക്സ് ആണ് ഇവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിന് താഴെയായിട്ടാണ് നമ്മുടെ ഡിവൈസ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഒരു ടെമ്പററി പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ കവർ ചെയ്താണ് വരുന്നത്. ഇതാണ് നമ്മുടെ റിയൽമി GT2 Pro. ബാക്കി പാക്കിംഗ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഒരു ടൈപ്പ് A to ടൈപ്പ് C ഡേറ്റ കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റ് ബ്ലാക്ക് ബാക്ക് കവർ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സൂപ്പർ ഡാറ്റ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബ്രിക്കും നൽകിയിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മുടെ സിം ടൈപ്പ് പിന്നുമാണ് നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ പാക്കിംഗ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നമുക്ക് വരാം. നമ്മുടെ കയ്യിലിരിക്കുന്ന കളർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ബ്ലാക്ക് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. പേപ്പർ വൈറ്റ്, പേപ്പർ ഗ്രീൻ എന്ന മറ്റ് രണ്ട് കളർ വേരിയൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ക്യാമറ പ്ലേസ്മെൻ്റ് ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ബട്ട് ഓവറോൾ ഒരു പ്രീമിയം ഫീൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ 199 ഗ്രാമാണ് ഈ സ്റ്റീൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു കളർ വേരിയൻറ്റിൻ്റെ വെയിറ്റ്. ബാക്കി രണ്ട് വേരിയൻസിനും 189 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് മാനേജ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. 8.18 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു മാസീവ് 2K സൂപ്പർ റിയാലിറ്റി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. 3216x1440 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഇതിൽ നമുക്ക് LTPO 2.0 ടെക്നോളജിയാണ് നൽകിയിരിക്കുന്നത്. വളരെ ഇൻ്റലിജൻറ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് 1 to 120 Hz റീഫ്രഷ് റേറ്റിൽ നല്ല രീതിയിൽ തന്നെ സ്വിച്ച് ചെയ്യുന്നുണ്ട്. അത് എല്ലാ യൂസ് കേസിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് സഡൻ ആയിട്ട് തന്നെ ഈ ഒരു ഫ്രീക്വൻസി റേഞ്ച് മാറുന്നുണ്ട്. അപ്പം അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 1400 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്, അതായത് പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. സോ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സലൻറ്റ് പെർഫോമൻസ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI 3.0 ആണ് നമുക്കിതിൽ OS ആയിട്ട് ലഭിക്കുന്നത്. 3 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. റിയൽമി UI എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് UI എന്നൊന്നും ഞാൻ പറയത്തില്ല, ബട്ട് ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ്, ബ്ലോട്ട് വൈസ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പെർഫോമൻസ് ഇതിൻ്റെ ഈ ഒരു UI നൽകുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് cellpointadoor എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഷോപ്പാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസോ വേറെ ഏതെങ്കിലും ഡിവൈസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 1 ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്, ഒക്ടാകോർ പ്രൊസസ്സറാണ്. നെക്സ്റ്റ് ജെൻ അഡ്രീനോ ആണ് ഇതിനകത്ത് GPU വരുന്നത്. അപ്പം ഇതിനകത്ത് PUBGയുടെ അല്ലെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ സെറ്റിംഗ്സ് പറയുകയാണെങ്കിൽ അൾട്രാ HD നമുക്ക് അൾട്രാ വരെ നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ട്. അതുപോലെ സ്മൂത്തിൽ എക്സ്ട്രീം നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ, നല്ല രീതിയിൽ തന്നെ ഹാർഡ് കോർ ഗെയിമിംഗ് നമുക്ക് ഈ ഒരു ഹൈ ഗ്രാഫിക് സെറ്റിംഗ്സിൽ വരെ നല്ല രീതിയിൽ തന്നെ, നിങ്ങൾക്കറിയാം സ്നാപ്ഡ്രാഗൺ 8 Gen 1 പെർഫോമൻസ് നമുക്കിത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 5000 mAhന്റെ ഒരു മാസീവ് ബാറ്ററി കപ്പാസിറ്റിയാണ് കമ്പനി ഈ ഒരു പ്രോഡക്റ്റിന് നൽകിയിരിക്കുന്നത്. 65 വാട്ടിൻ്റെ സൂപ്പർ ഡാറ്റ് ചാർജിങ് സപ്പോർട്ടും നമുക്കിതിൽ വരുന്നുണ്ട്. ക്യാമറ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ 50 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 3 മെഗാപിക്സൽ അടങ്ങിയ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. റിയർ ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ സോണിയുടെ IMX766 ആണ് ഇതിൻ്റെ പ്രൈമറി ലെൻസായിട്ട് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 84.4 ഡിഗ്രി ആണ് ഇതിൻ്റെ മെയിൻ വൈഡ് ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ. അൾട്രാ വൈഡ് ക്യാമറ നോക്കുവാണെങ്കിൽ 50 മെഗാപിക്സലാണ് നമുക്ക് ലഭിക്കുന്നത്. 150 ഡിഗ്രിയുടെ ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല വൈഡ് ആയിട്ടുള്ള കിഡിലൻ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നോർമലി നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് വൈഡാണ് ഇതിൻ്റെ ക്യാമറാസ്. സോ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബെനിഫിറ്റ് ആവുന്ന ഒരുപാട് സിറ്റുവേഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്കിതിൽ മൈക്രോസ്കോപ്പിക് ലെൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 40 times മാഗ്നിഫിക്കേഷൻ ലഭിക്കുന്ന മൈക്രോസ്കോപ്പിക് ആ ഒരു ടെക്നോളജി ഇതിൽ വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. ഇതിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്ന ഡിവൈസ് ആണ്. ഇതിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നില്ല, അത് ചെറിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഫോട്ടോഗ്രാഫിയിൽ തന്നെ ആണെങ്കിൽ ഒരുപാട് മോഡ്സ്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. വീഡിയോ റെക്കോർഡിങ്ങിലും കുറച്ചൊക്കെ എന്താ പറയുന്നത്, കുറേ ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ നമുക്ക് 80.6 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് നോക്കുവാണെങ്കിൽ മെയിൻ ക്യാമറയിൽ 8K റെസൊല്യൂഷൻ at 30 FPS വരെ നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4K 3060 അതിനെ തൊട്ടാഴെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ക്യാമറയുടെ കാര്യത്തിൽ ധാരാളം ഫീച്ചേഴ്സും ധാരാളം ഓപ്ഷൻസും അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഫീൽഡ് ഓഫ് വ്യൂവും ലാർജ് സെൻസേഴ്സും അങ്ങനെ കുറേ അപ്ഡേഷൻസ് ക്യാമറയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിലുള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൽ എടുത്ത കുറച്ച് ക്യാമറ വിഷ്വൽസ് സാമ്പിൾസ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
മൾട്ടിമീഡിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ബഡ്ജറ്റിൽ നൽകിയേക്കുന്നത്. സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീരം തന്നെ ആയിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനിങ്ങും അതുപോലെ ഫേസ് ഐ ഡി ആണ് ബയോമെട്രിക്സ് ആയിട്ട് കമ്പനി നൽകിയേക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനിങ് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ നമുക്കിതിൽ ഹെയർ ട്രേ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ഈ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ ഉപയോഗിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 ഡിഗ്രി NFC നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ അവൈലബിൾ ആണ്. ഡുവൽ 5G സപ്പോർട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ലഭിക്കുന്നുണ്ട്. 13ഓളം 5G ബാൻഡ്സിന് സപ്പോർട്ടാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് ഇതിൽ എടുത്തു പറയുന്ന രണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേപ്പർ കൂളിംഗ് സിസ്റ്റവും അതുപോലെ ആന്റിന അറേ മെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞ ഈ രണ്ട് സിസ്റ്റമാണ്. ഇതിൽ പോരായ്മയായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെലിഫോട്ടോ ലെൻസ് ഇതിൽ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള IP റേറ്റിംഗ് ഇത്രയും ബഡ്ജറ്റിൽ വരുന്നൊരു ഫോണായിട്ട് കൂടി നമുക്കൊരു IP സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നില്ല. പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് നമുക്കിതിൽ വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു റിവ്യൂ എന്ന നിലയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോരായ്മകളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് ചൂസ് ചെയ്യാവുന്നതാണ്. കാര്യം പോരായ്മക്കാളും കുറച്ചുകൂടെ മേന്മകൾ ഒരുപാടുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതിലത്തെ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും സെൽ പോയിന്റിൽ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. I am wicked, you're insane.